ഡൽഹിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴത്തേന് യൂട്യൂബിന്റെ ഒരു കവർ നിറയെ തിന്നാനുള്ള സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനവും യൂട്യൂബിന്റെ സാധനവും രണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ റൂമിലോട്ട് എത്തി. എന്നിട്ട് 10 മിനിറ്റ് സമയമുള്ളായിരുന്നു കേട്ടോ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ റെഡി ആവുന്നതിന്റെ കൂട്ടത്തിൽ എൻ്റെ പെട്ടി അങ്ങ് നിലത്ത് പോയി. അത് തിരിച്ച് വരുമ്പോൾ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി കയറി. പിന്നെ പാട്ടും മേളവും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് കഴുത്തിലിടാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഡ്രിങ്ക്സ് ആണ് കേട്ടോ എടുത്തത്. ഇതിനെനിക്ക് എരി ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഒന്ന് സിപ്പ് ചെയ്തപ്പോഴത്തേന് എനിക്ക് സമാധാനമായിട്ട് അത് ഞാൻ തിരിച്ച് അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് പിന്നെ ഓറഞ്ച് മാംഗോ അങ്ങനെയുള്ളതെല്ലാം കൂടെ എടുത്ത് എല്ലാവരും കൂടെ കുട്ടി ഇതിനിടയ്ക്ക് എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. എനിക്ക് പോസ് അറിയത്തില്ല എന്നാണ് ഞാൻ നെറിനോട് പറയുന്നത്. നെറിനാട്ടോ എനിക്ക് വീഡിയോ മൊത്തം എടുത്ത് തന്നത്. അങ്ങനെ കുറേ പോസൊക്കെ അവർ കാണിച്ചു തന്നു. അതുപോലെ ഞാൻ അനുകരിച്ച് അങ്ങോട്ട് കാണിച്ചു കൊടുത്തതേ ഉള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ നേരെ അകത്തേക്ക് പോയി. ഇത് ഞാൻ ഈ കയ്യിലിട്ടേക്കുന്ന രേഷ്മയുടെ കയ്യിൽ മോതിരം ഊരി ഇട്ട് നോക്കുന്ന കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഉടനെ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങണം എന്ന് എനിക്ക് മനസ്സിൽ വിചാരിച്ചു കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുപ്പായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നെറിന് അവാർഡ് വേറെ ആരുമല്ല, ഈ കൂകി വിളിക്കുന്നത് മൊത്തം നമ്മളായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവള് പാവം വിറച്ച് തിന്നോണ്ടിരുന്നതാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവള് ഭയങ്കര നെർവസ് ആയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന് കൈ പിടിച്ചപ്പോൾ തണാന്നിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പാട്ടും മേളമായിരുന്നു. 3 പേരാണ് നിൽക്കുന്നെങ്കിൽ ഈ നടുക്ക് നിൽക്കുന്ന കുമ്മ ഉടുപ്പ് മെയിൻ ആണ് കേട്ടോ. ഇത്തവണ നമുക്ക് അസ്വി ചേച്ചിയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ടാറ്റ കൊടുക്കുകയാണ്. അൻവർ മോനെ ടാറ്റ. അവൻ ഇൻട്രോവേർട്ട് ആയിട്ട് ഡാൻസ് കളിക്കാൻ പിന്നെയാണ് വന്നത് കേട്ടോ. അതിട്ട് എനിക്ക് കിട്ടിയതുമില്ല. ടാറ്റ.